പുൽപ്പള്ളി അമരക്കുനി മേഖലയെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടികൂടാൻ ഊർജിതമായ ശ്രമങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത്. കുങ്കിയാനകളെ ഉപയോഗിച്ചടക്കം മേഖലയിൽ തിരച്ചിൽ നടത്തും. വിക്രം, കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുക. കടുവ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായി കടന്നു ചെല്ലാനാണ് പ്രധാനമായും കുങ്കിയാനകളെ ഉപയോഗിക്കുക. അതോടൊപ്പം കുറ്റിക്കാടുകൾ നിറഞ്ഞ തോട്ടങ്ങളിലടക്കം ആനകളെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തും. ഇന്ന് രാവിലെ ദൗത്യസംഘം 3 ടീമായി തിരിഞ്ഞാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. പക്ഷേ എവിടെയും കടുവയെ നേരിട്ട് കാണാനോ കടുവയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 9-ാം തീയതിക്ക് ശേഷം ക്യാമറ ട്രാപ്പുകളിലും കടുവയുടെ ചിത്രം ലഭിച്ചിട്ടില്ല. ഈ ഒരു പ്രദേശത്തോട് അല്പം മാറി ആൾപ്പാർപ്പില്ലാത്ത ഒരു വീടിൻ്റെ പുറകുവശത്തായിട്ട് ഒരു കൊല്ലിച്ചാലുണ്ട്. അതിന് സമീപത്തായിട്ട് നമുക്കിന്ന് ഫ്രഷായിട്ടുള്ള ഫീക്കസ് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് നമ്മളൊരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയും ലൈവ് ബെയ്റ്റ് ആയിട്ട് ഗോട്ടിനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. 9-ാം തീയതിയാണ് ലാസ്റ്റ് ഇതിനെ ക്യാമറ ട്രാപ്പിൽ ലഭിച്ചത്. അതിനുശേഷം 10-ാം തീയതിയോ 11-ാം തീയതിയോ ഇന്ന് രാവിലെ പരിശോധിച്ച ക്യാമറ ട്രാപ്പുകളിലോ ലൈവ് ക്യാമറകളൊന്നും തന്നെ ഇതിന്റെ ഇമേജസ് ലഭിച്ചിട്ടില്ല. വനംവകുപ്പിന്റെ തെരച്ചിലുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. കാരണം ആളുകൾ പറയുന്നത് ഒന്നുകിൽ കടുവയെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റണം, അല്ലെങ്കിൽ കടുവ ഈ പ്രദേശം വിട്ടുപോയി എന്ന് ഉറപ്പാക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ നടപടിയിൽ തൃപ്തികരമാണ്. അപ്പോൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഇത്രയും പെട്ടെന്ന് പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. എന്തായാലും ജനങ്ങളുടെ ആശങ്ക അകറ്റണമെങ്കിൽ ഇതിനെ പിടിച്ചുവിടുന്നു മാറ്റിയെങ്കിലേ ആശങ്ക മാറുള്ളൂ. കടുവയുടെ സാന്നിധ്യം കുറച്ച് ദിവസങ്ങളായി 2 ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോഴും വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. കുങ്കിയാനകളെ ഉപയോഗിച്ചും തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും തെരച്ചിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ദൗത്യസംഘം ഉദ്ദേശിക്കുന്നത്. ദൗത്യസംഘത്തിന്റെ തലവൻ ഡോക്ടർ അരുൺ സക്രിയ, അതുപോലെ സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ തുടങ്ങിയവരാണ് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകുന്നത്. ഷിജിൻ നരിപ്പറ്റിക്കൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.